ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മൈ അരങ്ങേറ്റാണ്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഓർത്താണ് അരങ്ങേറ്റം തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന്. എൻ്റെ ലിപ്സിങ് നോക്കണ്ട, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ മോർണിംഗ് തന്നെ ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഈ മുടിയൊക്കെ ഉണക്കിയിട്ട് വേണം എനിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അവിടെ വെച്ചാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ മുടിയാണ് കുറ്റം പറയുന്നത്. ദെൻ എനിക്ക് ഈ ഡ്രസ്സും മാറിയിട്ട് വേണം പോകാൻ. കാരണം ബാക്കിൽ സിബുള്ളത് ഇട്ടിട്ട് വരാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ എന്നെ അനിയത്തിയാണ് കൊണ്ടുവിട്ടത്. കാരണം വേറെ ഒന്നുമല്ല, ബാക്ക് ഓപ്പൺ പറയുന്നത് നമ്മൾ ഹെയറും ഫേസും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റുമ്പം ഇതെല്ലാം ഡ്രസ്സിൻ്റെ കൂട്ടത്തിലങ്ങ് പോരും. അതുകൊണ്ടാണ് പ്രത്യേകം ബാക്ക് ഓപ്പൺ വേണം എന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ മോർണിംഗ് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എത്തി. നമ്മൾ അവിടെ കിടന്ന് കുറച്ച് ഷോ കാണിക്കുമല്ലോ, ആ ഒരു ഷോയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളോട് 6 മണിയാകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. നമുക്ക് ഈവനിങ് 5 മണിക്കാണ് പ്രോഗ്രാം. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടാണ് വരുന്നത്. അപ്പോൾ അതിനാണ് നമ്മളോട് നേരത്തെ എത്താൻ പറഞ്ഞത്. ഞങ്ങളെത്തിയപ്പോൾ 7:30ആയി. എവിടെ പോയാലും നമ്മൾ ലേറ്റായിട്ടല്ലേ വരുള്ളൂ. ഇനി നിന്ന് കറങ്ങിയാൽ ശരിയാവില്ലെന്ന് കരുതി ഞാൻ ഓടി അകത്ത് കയറിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും 6 മണിക്ക് തന്നെ എത്തി. കാരണം 6 മണിക്ക് എത്താനാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഞങ്ങളുടേതായ സമയത്ത് 7:30 ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഞങ്ങൾ മുടിയുടെ ചടക്കൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് കുറച്ച് എളുപ്പമാകട്ടെ എന്ന് കരുതി നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ മുടി കെട്ടുന്ന ലേഖാൻ്റെയാണ്, ലേഖ ചേച്ചിയാണ് നമുക്ക് മുടി കെട്ടിത്തരുന്നത്. ചേച്ചി നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതിനാണ്. അപ്പം ഞാൻ എൻ്റെ മുടിയും കൊണ്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത എൻ്റെ കെട്ടണം എന്ന് പറഞ്ഞ് അവസാനം അവർ മുടിയൊക്കെ ക്രിമ്പ് ചെയ്ത് വിട്ട്. പിന്നെ ഇനി സംഗീത ചേച്ചിയാണ് മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി കഴിഞ്ഞിട്ട് ഞാനിരിക്കും എന്നുള്ള വാശിയിൽ ഞാനവിടെ നിന്ന്. പിന്നെ അവസാനം അവരെന്നെ അവിടെ പിടിച്ചിരുത്തി. ഏറ്റവും വലിയ ടാസ്ക്കാണ് എൻ്റെ മുടിയുടെ വകുപ്പ് എടുക്കുക എന്നുള്ളത്. അവരത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പിന്നെ അവസാനം ഞങ്ങൾ ചുട്ടി വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവരെൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിരുന്നു. അങ്ങനെ മുടിയൊക്കെ കിട്ടി. മുടിയുടെ വെയിറ്റ് കൊണ്ട് ഞാനതെടുത്ത് തോളിലിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൻറ്റി എന്നെ ഒട്ടും വിഷമിപ്പിക്കാതെ അടുത്ത ഫസ്റ്റ് കോട്ടിനായിട്ട് എന്നെ വിളിച്ചു. എന്നെ കണ്ടപ്പോഴേ ആൻറ്റി എൻ്റെ ടാറ്റു നോക്കിയാണ് എനിക്ക് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഇങ്ങനെയൊരു ഡാൻസ് പെർഫോമൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മേക്കപ്പൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെ എനിക്ക് ചേരുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ടാണ് എനിക്ക്. അതിനിടയ്ക്ക് ഞാൻ അവിടെ വന്നപ്പോൾ ചേച്ചിമാരെയൊക്കെ ഫേസ് കോട്ട് കഴിഞ്ഞു. ബട്ട് അവരെയൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാനായിട്ട്. നമുക്ക് ആളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നമുക്കറിയാമല്ലോ ഈ ആളിതാണ് എന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഫേസ് വെച്ച് മനസ്സിലാവുകയില്ല ആരും. അങ്ങനെ ആൻറ്റിക്ക് എൻ്റെ മുഖത്ത് ചെയ്യാൻ എളുപ്പമായിരുന്നു. പിരികൊക്കെ വരയ്ക്കാൻ വേഗം ആൻറ്റി വരച്ച് കഴിഞ്ഞു. പുരികം ഒരു മയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആൻറ്റിക്കത് എളുപ്പമായിരുന്നു. കറക്റ്റ് 5 മണിക്ക് തന്നെ നമുക്കവിടെ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം 6:15 അമ്പലത്തിൽ ദീപാരാധനയുണ്ട്. നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നമ്മുടെ അരങ്ങേറ്റം, ഹരിപ്പാട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ, അതായത് 3 മണിക്ക് തന്നെ നമുക്ക് ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഫോട്ടോഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 4:30 4:45 ആകുമ്പോൾ നമ്മൾ ഇറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. നമുക്കിത് ഫസ്റ്റ് കോട്ടാണ്. ഈ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെക്കൻഡ് കോട്ട് ഇടുന്നത്. ശരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അലർജി വരുന്നതാണ്. അപ്പോൾ ഇനി മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ അലർജിക്ക് ആകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. എനിക്ക് സ്യൂട്ടാകുന്ന രീതിയിലുള്ള മേക്കപ്പായിരുന്നു. അപ്പം ഞാൻ എന്നെ കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ്. ആ ഒരു ചുട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വകുപ്പിൻ്റെ സീൻ മാറി. നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടിയൊക്കെ സെറ്റാക്കി, മുടി ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂവൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. നോർമലി പ്ലാസ്റ്റിക് പൂവായിരിക്കും വെക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഒറിജിനൽ പൂ തന്നെ മതിയെന്ന്. അങ്ങനെ പിന്നെ ടീച്ചർ ഓക്കെ പറഞ്ഞ് ഒറിജിനൽ പൂ അറേഞ്ച് ചെയ്യായിരുന്നു. ആ ഒരു കോംബോ എന്ന് പറയുമ്പോൾ മുല്ലപ്പൂവും തുളസിയും പിന്നെ ഒരു റെഡ് പൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹെയർ സെറ്റ്, നമ്മുടെ പൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു പ്ലാസ്റ്റിക്കിനേക്കാളിലും ബെറ്ററായിട്ട് ഈ ഒരു ഒറിജിനൽ പൂ എനിക്ക് തോന്നി. ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിന്നെ ഭയങ്കര റഷായി. കാരണം ഈ 16 പേരാണുള്ളത്. 16 പേർക്ക് വീണ്ടും സെക്കൻഡ് കോട്ട് ഇട്ട് അവർക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും ടൈം കിട്ടിയിരുന്നില്ല. പിന്നെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഉള്ള വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ പോകുമായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് എൻ്റെ ഒരു മൂക്കുത്തിയാണ്. ശരിക്കും നമ്മൾ വാങ്ങിയ മൂക്കുത്തി അല്ല എനിക്ക് ആൻറ്റി വെച്ചിരുന്നത്, വേറൊരു മൂക്കുത്തിയാണ്.
ആ ഒരു മൂക്കുത്തി വെക്കുന്നതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിരുന്നില്ല. ശരിക്കും ഞങ്ങളെക്കാളും ടെൻഷൻ ഞങ്ങളുടെ ടീച്ചറിനായിരുന്നു. ബട്ട് പുള്ളിക്കാരിക്കാണ് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് കളിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ടീച്ചറിനുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ നമുക്കവിടെ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. കാരണം നമ്മൾ കുട്ടികളാണ്. ഡാൻസിൽ നമ്മളിപ്പോൾ ഒരു കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ ആ ഒരു അരങ്ങേറ്റം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് വീഡിയോസ് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കുറച്ച് കുറച്ച് പോർഷൻസാണ് എടുത്തേക്കുന്നത്. ഇതെൻ്റെ കംപ്ലീറ്റ് ആയ ലുക്കാണ്. ഇത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണിയോളമായി. അവിടെ വയലിൻ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഞങ്ങൾ ആ ഒരു സ്റ്റേജിൻ്റെ ബാക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഉടനെ ഞങ്ങൾ പേരൊക്കെ വിളിച്ച് സ്റ്റേജിൽ കയറി. സോ ഇതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മൈ അരങ്ങേറ്റം വീഡിയോ. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഒറിജിനൽ നമ്മുടെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ബെറ്ററായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. നമ്മുടെ പ്രൊമോ വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ കണ്ടോളൂ. ഓക്കെ, ബൈ.